ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഏതൊക്കെ കാര്യങ്ങളെന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല മക്കളാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ച് പുതിയ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പുതിയൊരു ടോപ്പിക്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ടോപ്പിക് പരിചയപ്പെടാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നതിന് മുന്നേ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? Colligative properties are the properties which depend on the number of solute particles, not their nature. Colligative properties are the properties which depend on the number of solute particles, not their nature. Colligative property എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് പ്രോപ്പർട്ടി ആണ്. എന്താണ്? which depend on the number of solute particles. സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബട്ട് നോട്ട് ദെയർ നാച്ചർ. നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. സൊല്യൂട്ടിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഇപ്പൊ നമ്മളൊരു സോൾവെന്റ് എടുത്ത് അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്, അല്ലേ? ഇവിടെ എത്ര സൊല്യൂട്ട്, എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്ത് എന്നുള്ളതിനെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യും. അല്ലാതെ ആ സൊല്യൂട്ട് ലിക്വിഡ് ആണോ സോളിഡ് ആണോ അതിന്റെ നാച്ചർ, സൊല്യൂട്ടിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. Such properties are called colligative properties. Colligative properties are the properties which depend on the number of solute particles, not their nature. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. വേപ്പർ പ്രഷർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിരുന്നു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് 4 എണ്ണായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണുള്ളത്. ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓരോന്നായിട്ട് നോക്കിയേ. ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. സെക്കൻഡ് വൺ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ദീസ് ആർ ദ 4 ടൈപ്പ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നെയിം പഠിക്കണം. ഓരോരുത്തരെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. Colligative properties are the properties which depend on the number of solute particles, not their nature, not the nature of solute particle. Okay, these are 4 types: relative lowering of vapor pressure, elevation of boiling point, depression of freezing point, and osmotic pressure. One by one ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പഠിക്കണം. അതേപോലെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനിൽ എത്തിച്ചേരുകയും വേണം. അപ്പൊ നോക്കാം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം, when a non-volatile solute is added to pure solvent, the vapor pressure of resulting solution is lower than that of pure solvent. ഈ കാര്യം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതാണ്. എന്താണ്, ഒരു നോൺ വോളാറ്റൈൽ സൊല്യൂട്ട് ഒരു പ്യുവർ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെന്റിനേക്കാളും കുറവായിരിക്കും എന്നുള്ളത്. അത് വെച്ചിട്ടാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാം. ഇക്വേഷന്റെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ തുടങ്ങാം. റോൾസ് ലോ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. എന്തായിരുന്നു റോൾസ് ലോ? റോൾസ് ലോ എന്തായിരുന്നു? P1 is equal to P10 into Chi1. അല്ലേ? റോൾസ് ലോ പ്രകാരം നമുക്ക് എഴുതാം P1 is equal to P10 into Chi1. ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? P1 എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. P10 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. Chi1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്. 1 for solvent and 2 for solute. അല്ലേ? 1 എന്ന് എഴുതുന്നത് സോൾവെന്റിനും 2 എന്ന് പറഞ്ഞത് സൊല്യൂട്ടിനുമാണ്. ഓക്കെ, ഇനി ഇത് റോൾസ് ലോന്റെ ഇക്വേഷൻ ആണ്. ഞാൻ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, നോട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ഞാൻ ഡെൽറ്റ പി എന്ന് ഡിനോട്ട് ചെയ്യാം. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? എങ്ങനെയാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ടായത്? നമ്മൾ നേരത്തെ പറഞ്ഞു, when a non-volatile solute is added to the pure solvent, the vapor pressure of solution is lower than that of
പ്യുവർ സോൾവെന്റ്. പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. അങ്ങനെയാണെങ്കിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? P10 മൈനസ് P1 എന്ന് പറയുന്നത് ആ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്? P10 എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് മൈനസ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അല്ലേ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ല കേട്ടോ, ഇതെന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. നമ്മൾ കണ്ടെത്താൻ പോണത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിന്? ഇല്ലല്ലോ. നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി ഇവിടെ ഈ ഇക്വേഷനില് P10 മൈനസ് റോൾസ് ലോ പ്രകാരം P1 എന്തായിരുന്നു? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വരാം P10 ഇൻറ്റു Chi1. ഈ P1 എന്ന് പറഞ്ഞാൽ റോൾസ് ലോന്റെ ഇത് വെച്ച് എഴുതി. ഓക്കെ. ഇനി ഇവിടെ എന്താണ്? ഒരേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കോമൺ ഫാക്ടർ P10 കോമൺ ഫാക്ടർ ആണ്. P10 is into 1 minus Chi1. ഇങ്ങനെ എഴുതി കൂടെ? 1 minus Chi1 എന്ന് എഴുതാം. ഇനി എന്താ അടുത്തത്? ഇനി ഞാനിവിടെ മായ്ച്ചു പോകുന്നുണ്ട്. P10 into 1 minus Chi1 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് Chi1 plus Chi2 is equal to 1. അങ്ങനെയാണെങ്കിൽ Chi2 എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ 1 minus Chi1 എന്ന് പറഞ്ഞാൽ എന്താ? is equal to Chi2 അല്ലേ? 1 minus Chi1 is equal to Chi2. ഇത് അറിയണം, മുമ്പ് പഠിച്ച കാര്യമാണ്. അതൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 minus Chi1 എന്നുള്ളിടത്ത് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? Chi2 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താ വരിക ഇക്വേഷൻ? ഡെൽറ്റ P is equal to P10 into Chi2. P10 into Chi2 എന്ന് വരും. ഇനിയോ ഇതിലേക്ക് ഇതിനൊന്ന് ഇങ്ങോട്ട് കൊടുത്താലോ ഡെൽറ്റ P ഡിവൈഡഡ് ബൈ P10 is equal to എന്താ വരിക? Chi2. ഈ P10 ഇങ്ങോട്ട് കൊടുത്തു മാത്രം. ഡെൽറ്റ P ഡിവൈഡ് ബൈ P10 is equal to Chi2. ഇതാണ് എന്ത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ നേരത്തെയാണ് എന്ത് എഴുതി? ഫസ്റ്റ് എന്ത് എഴുതി? ഡെൽറ്റ പി എന്ന് പറഞ്ഞാല് P10 മൈനസ് P1 ആണ്. ഡെൽറ്റ പിക്ക് പകരം P10 മൈനസ് P1 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ആരാണുള്ളത്? P10 is equal to Chi2. ഇതാണ് എന്ത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ള ഇക്വേഷൻ. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പൊ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാലോ? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P10 അല്ലെങ്കിൽ P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 is equal to എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് Chi2, മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് എത്തിപ്പെടാൻ ഒരു പ്രയാസം ഉണ്ടായില്ല, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നോക്കാം, വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഈ Chi2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Chi2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. രണ്ട് കമ്പോണന്റ്സ് ഉള്ള സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് എഴുതിക്കൂടെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരും? P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 is equal to എന്താ വരിക? ഈ ഭാഗത്ത് Chi2 ന്റെ സ്ഥാനത്ത് എന്ത് വരും? Chi2 is equal to N2 divided by N1 plus N2. ക്ലിയർ ആണോ? ഈ ഭാഗം ക്ലിയർ ആണോ? P10 minus P1 divided by P10 is equal to N2 divided by N1 plus N2. ഇനി ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. അപ്പൊ എന്താ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? N2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് ഇതില് ഡൈല്യൂട്ട് സൊല്യൂഷനില്. അപ്പൊ N2 എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ് ആരെക്കാളും? N1-നേക്കാളും ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള N2-നെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 is equal to ഇതിനെ ഈ ഡിനോമിനേറ്ററിലുള്ള N2-നെ നെഗ്ലക്ട് ചെയ്യുക. ബിക്കോസ് N2 വളരെ ചെറുതാണ്. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? N2 ഡിവൈഡഡ് ബൈ N1 എന്നത് മാത്രമായി മാറി. മനസ്സിലായില്ലേ?
ഇനി നിങ്ങൾക്ക് അറിയണേക്ക് തന്നെ പോവാണ്, അറിയുന്ന കുറച്ച് കാര്യത്തിലേക്ക് തന്നെ പോവാണ്. ഓക്കെ, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അതേമാതിരി തന്നെ ഇവിടെ എഴുതുന്നത്. P1 P10 is equal to N2 എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ എന്താ? ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പൊ എന്താ N2 എങ്ങനെ എഴുതാം? W2 ഡിവൈഡഡ് ബൈ M1 M2 W2 ഡിവൈഡഡ് ബൈ M2 ഡിവൈഡഡ് ബൈ N2 ആയി. ഇനി N1 എന്താ? W1 ഡിവൈഡഡ് ബൈ M1. ഓക്കെ, ഈ ഭാഗങ്ങളും ക്ലിയർ ആയി. ഇനിയോ ഇതൊന്ന് നിർത്തി എഴുതിക്കേ. എന്താ നിർത്തി എഴുതിയുണ്ടാവുക? W2 into M1 divided by എന്താ വരിക? M2 into W1. ഇങ്ങനെ വരില്ലേ? എന്താണിത്? P10 minus P1 divided by P10. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരാളെ കണ്ടെത്തണം. ആരെ കണ്ടെത്തേണ്ടത്? ഇയാളെയാണ് കണ്ടെത്തേണ്ടത്, M2. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ടേമുകളൊക്കെ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ടേം എന്നുള്ളത്. P10 എന്താണ്? P10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. P1 എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഓക്കെ, then W2 and W1 എന്താണ്? മാസ് ഓഫ് W1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോൾവെന്റ്, W2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്. M1 എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ഓഫ് സോൾവെന്റ്. M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. പ്രോബ്ലത്തിന് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇതിൽ നമുക്ക് M2 എങ്ങനെ കണ്ടെത്താം? M2 is equal to എങ്ങനെ M2 എഴുതാം? ഇതിന് എങ്ങനെ M2 എഴുതാം? M2 is equal to എങ്ങനെ വരും? W2 into M1 എന്താ പറയുക? W2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. M2 is equal to W2 into M1 into P10 divided by W1 P10 minus P1. ഇങ്ങനെ ഇക്വേഷനിലേക്ക് എത്തിക്കൂടെ? എന്താണ്? M2 is equal to W2 into M1 into P10 divided by W1 into P10 minus P1. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വഴി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയ ആണ്. ശ്രദ്ധിച്ച് ഇക്വേഷൻ പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ രണ്ടാമത്തെ ആളാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക. നിങ്ങൾ സ്വന്തം എഴുതുമ്പോഴേ അത് മനസ്സിൽ കൂടുതലായിട്ട് പതിയുള്ളൂ. ഓക്കെ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നോക്കാം. ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണെന്ന് പറയാനുള്ള കാരണം എന്താ? വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ വാട്ടറിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറും ഈക്വൽ ആവുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ് 100 ഡിഗ്രി എന്ന് പറഞ്ഞാല്. ബോയിലിംഗ് പോയിന്റിന് എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? ബോയിലിംഗ് പോയിന്റ് is defined as the temperature at which vapor pressure of liquid equal to atmospheric pressure. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്ന ആ ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. അങ്ങനെ ഈക്വൽ ആവുമ്പോഴാണ് ഏതൊരു ലിക്വിഡും ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് നിങ്ങൾ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചിട്ട്. ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അപ്പൊ എന്തായിരിക്കും? എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസ് ആണ്, ഒരു ഉയർച്ച. ബോയിലിംഗ് പോയിന്റ് ഒരു ഇൻക്രീസ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കുറച്ച് മിൽക്ക് എടുത്തിട്ട് ആ മിൽക്ക് ബോയിൽ ചെയ്യാൻ വെച്ചു, ചൂടാക്കി. ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിയപ്പോൾ ഈ മിൽക്ക് സ്റ്റാർട്ട് ബോയിൽ അല്ലേ? ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഇനി അതിൽ കുറച്ച് തേയില ആഡ് ചെയ്താലോ? തേയില ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ആ ബോയിൽ ചെയ്ത മിൽക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ചുകൂടി ചൂടായാലേ അവർ രണ്ടാളും കൂടി പിന്നെ ബോയിൽ ചെയ്യാൻ നിൽക്കുള്ളൂ. ഇത് മനസ്സിലാവുന്നത് എന്താണ്? എന്താ മനസ്സിലായത്? പാൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സോൾവെന്റ് ആയിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു സോൾവെന്റ് ആയിരുന്നു. തേയില ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സൊല്യൂട്ടാണ് അതിലേക്ക് ആഡ് ചെയ്തത്.
അങ്ങനെ ഒരു സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ സോൾവെന്റ് പാല് സ്വന്തമായിട്ട് ഉണ്ടാവുമ്പോഴുള്ള അത് തിളച്ചതിനേക്കാളും സമയമെടുത്തു ഈ രണ്ടാളും കൂടി കൂടിയിട്ടുള്ള സൊല്യൂഷൻ തിളക്കാൻ അല്ലേ. അതായത് പ്യുവർ സോൾവെന്റിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് ആർക്ക്? സൊല്യൂഷന്. ഇത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യമാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്. സോൾവെന്റിനേക്കാളും പ്യുവർ സോൾവെന്റിനേക്കാളും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും സൊല്യൂഷന് എന്നുള്ളത്. നമുക്കിതൊരു ഗ്രാഫ് വെച്ചിട്ട് പറയാം. ഞാനൊരു ഗ്രാഫ് വരയ്ക്കാണ്. ഇവിടെ ഒരു ആക്സിസിൽ ഞാൻ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, കെൽവിനിലുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ആക്സിസിൽ വേപ്പർ പ്രഷറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 atm അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യം ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് സോൾവെന്റിന്റെയാണ്. സോൾവെന്റ് നിങ്ങൾ നോക്കി ഈ ഗ്രാഫ് എന്താണെന്നുള്ളത്. സോൾവെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വേപ്പർ പ്രഷർ ഇങ്ങനെ കൂടുകയാണ്. വേപ്പർ പ്രഷർ കൂടിയിട്ട് ഈ പോയിന്റിലെത്തി. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും കൂടി ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. ഈ പോയിന്റിലാണ് ആര് ബോയിൽ ചെയ്യാൻ തുടങ്ങുക? ഈ സോൾവെന്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങുക അല്ലേ. ഈ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുന്ന ഈ പോയിന്റില് എന്ത് ചെയ്യും? സോൾവെന്റ് ബോയിൽ ചെയ്യും. അവിടെയാണ് ബോയിൽ ചെയ്യുക. അതായത് ഇതിനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ബോയിലിംഗ് പോയിന്റ് ഓഫ് ആര്? സോൾവെന്റ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് ഈ പോയിന്റ്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ആ ടെമ്പറേച്ചറിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് T0B എന്നാണ് കൊടുക്കുന്നത് ഈ പോയിന്റിന്. ഈ പോയിന്റിന് കൊടുക്കുന്നത് T0B. എന്താ T0B എന്ന് പറഞ്ഞാല്? ബോയിലിംഗ് ടെമ്പറേച്ചർ. TB. T0 എന്ന് പറയാൻ കാരണം എന്താ? പ്യുവർ സോൾവെന്റിന്റെ ആണത്. T0B എന്ന് ഈ ടെമ്പറേച്ചറിനെ കൊടുത്തു. അതായത് ഈ ബോയിൽ ചെയ്യുന്ന ഈ ടെമ്പറേച്ചർ T0B എന്ന് കൊടുത്തു. ഇനി ഞാൻ സൊല്യൂഷന്റെ വരക്കാൻ പോവാം. സൊല്യൂഷന്റെ ഞാൻ പറഞ്ഞു, സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് സോൾവെന്റിനേക്കാളും കൂടുതലായിരിക്കും. ഒരു എലിവേഷൻ ആണ് കാണുന്നത്. അപ്പൊ ആ ഗ്രാഫ് ഞാൻ കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് ഇങ്ങോട്ട് വരച്ചു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. സോൾവെന്റിനേക്കാളും ഇൻക്രീസ് ആണ് ആയത്? ഇത് സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതെന്താണ്? അപ്പൊ ഈ പോയിന്റ് എന്താണ്? ഈ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആവണ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണിത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് ആ വരച്ചിട്ടുള്ളത്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് നമുക്ക് ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കണം. എന്തായിരിക്കും അത്? ഇത് T0B ആണെങ്കിൽ ഇത് എന്താണ്? TB ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് ടെമ്പറേച്ചർ. TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആരെ? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെൽറ്റ TB ആണ് ഈ ഡിഫറൻസ്. നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്താണ്? ഡെൽറ്റ TB. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എന്താണ്? എലിവേഷൻ, ആ ഒരു ചേഞ്ച്, ബോയിലിംഗ് പോയിന്റിന്റെ ചേഞ്ച്. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾക്ക് വ്യക്തമായോ? ഗ്രാഫ് എന്തായാലും ക്ലിയർ ആണല്ലോ. ഓക്കെ, നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൽ നിന്ന് ഡെൽറ്റ TB എന്താണെന്ന് കണ്ടെത്തണം. അപ്പൊ എന്താ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിങ്ങൾക്ക് ഗ്രാഫിൽ എന്താ കണ്ടെത്താൻ പറ്റുക? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? TB മൈനസ് T0B എന്ന് എഴുതാൻ പറ്റും. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു TB മൈനസ് T0B എന്ന് എഴുതിക്കൂടെ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലെ. ഈ ഒരു ചേഞ്ച് TB മൈനസ് T0B എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഈ കാര്യങ്ങളൊന്നുകൂടി നമുക്കൊരു ഇക്വേഷനിലേക്കൊക്കെ എത്തണം. അതിലേക്ക് പോവാണ്. നമ്മൾ കിട്ടിയ കാര്യം ഇവിടെ ഒന്നുകൂടി എഴുതാം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു TB മൈനസ് T0B. ഇതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനുള്ള ഒരു ഇക്വേഷൻ. ഇതില് ഒരു ടേം എന്താണ്? TB എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. T0B എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഡെൽറ്റ TB എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു മൊലാലിറ്റി. മൊലാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈസ് പ്രൊപ്പോർഷണൽ ടു മൊലാലിറ്റി. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷന്റെ ഡെൽറ്റ TB എന്ന് പറയുന്നത് മൊലാലിറ്റിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു എന്താണ്? ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. KB into M. KB into M. ഈ
KB എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ KBക്ക് കുറെ പേരുണ്ട്, 3 പേരുകളുണ്ട്. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്, ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് KBനെ വിളിക്കുന്ന ഒരു പേരാണ്. വേറൊരു പേരാണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. വേറൊരു പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്താണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്? ഓക്കെ, അപ്പോ ഈ KBന്റെ 3 പേരുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഈ m is equal to 1 ആണെങ്കിൽ എന്തായിരിക്കും? m is equal to 1 ആണെങ്കിൽ എന്തായിരിക്കും? ഈ ഇക്വേഷൻ എന്താ വരിക? ഡെൽറ്റ TB is equal to എന്ത് വരും? KB എന്ന് വരും. അങ്ങനെയാണെങ്കിൽ KBന്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാ പറയാം? KBക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം? Ebelioscopic constant is defined as the elevation of boiling point. Delta TB എന്ന് പറഞ്ഞാൽ എന്താണ്? Elevation of boiling point അല്ലേ? KB is defined as the elevation of boiling point for 1 molar solution. ഒരു മോൾ സൊല്യൂഷൻ ആയപ്പോഴാണ്, ഒരു മോളാർ സൊല്യൂഷൻ ആയപ്പോഴാണ് KB എന്തിനോട് ഈക്വൽ ആയത്? ഡെൽറ്റ TBനോട് ഈക്വൽ ആയത്. അപ്പോ Ebelioscopic constant is defined as the elevation of boiling point for 1 molar solution. ഇതിന്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. KBന്റെ യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. വാട്ടറിന്റെ KB നിങ്ങൾ പഠിച്ചിരിക്കണം. 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് വാട്ടറിന്റെ KB. ഓക്കെ, പ്രോബ്ലത്തിനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിന് നമ്മൾ കഴിഞ്ഞ ലോവറിംഗ് ഓഫ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറഞ്ഞ മാതിരി M2ന് ഒരു ഇക്വേഷൻ കണ്ടെത്തണം. അപ്പൊ അതിലേക്കൊന്ന് പോകണം. അപ്പൊ നോക്കാം, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇവിടെ ലാസ്റ്റ് ഇക്വേഷൻ എവിടെ കിട്ടിയത്? ഡെൽറ്റ TB is equal to KB into M എന്ന് കിട്ടി. ഡെൽറ്റ TB is equal to KB into M എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് വരുന്നത്. KB into M എന്തായിരുന്നു? മൊലാലിറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? W2 divided by M2 into W1 into 1000. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? മൊളാലിറ്റിക്ക് ഫസ്റ്റ് പഠിപ്പിച്ചെന്നു W2 divided by M2 into W1 into 1000. M2ന്റെ ഇക്വേഷൻ കണ്ടെത്തിക്കൂടെ? M2 is equal to എന്ത് വരും? M2 is equal to KB into W2 into 1000 divided by delta TB into W1. ഞാൻ ഇക്വേഷനിലേക്ക് എത്താം അല്ലേ? M2 is equal to KB into W2 into 1000 divided by delta TB into W1. ഇതിങ്ങനെ മാറ്റിയത് മാത്രം. ഇപ്പൊ ഇതാണ് ഇക്വേഷൻ, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ ബേസ്ഡ് ഓൺ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എങ്ങനെയാണ്? M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓരോ ടേംസ് വെക്കണം, അറിയണം. എന്താ വെച്ചാൽ നിങ്ങൾ പ്രോബ്ലത്തിൽ ഓരോ ടേംസ് ഉണ്ടാവും. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഓരോ ടേംസ് ഏതൊക്കെയാണ് ആ വാല്യൂസ് എന്നുള്ളത് എഴുതാൻ പറ്റണം. അപ്പൊ M2 എന്ന് പറഞ്ഞാല് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, KB എന്ന് പറഞ്ഞാല് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്, W2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, പിന്നെ ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇൻറ്റു W1 എന്ന് പറഞ്ഞാല് മാസ് ഓഫ് സോൾവെന്റ്. ക്ലിയർ അല്ലേ? ഇതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെച്ച് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. അപ്പൊ ഇന്ന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ, 2 പ്രോപ്പർട്ടി, അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള 2 എണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും, രണ്ടാമത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും. ഈ 2 എണ്ണം കൂടി പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഇന്ന് ഈ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ അത് എഴുതി നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ ബൈ.